ഇനി നമുക്ക് ഈ സൈക്ലോട്രോൺ അതിൻ്റെ എസെൻഷ്യൽസ് ഒന്ന് കാണാം. ചാർജ്ഡ് പാർട്ടിക്കിളിനെ, ചാർജുള്ള പാർട്ടിക്കിൾ, പ്രോട്ടോണ്, ആൽഫ പാർട്ടിക്കിൾ, ഡ്യൂട്രോൺ, ഇങ്ങനെയുള്ള ചാർജുള്ള പാർട്ടിക്കിളിന് ഹൈ എനർജി കൊടുക്കാൻ വേണ്ടി, അല്ല അതിനെ ആക്സിലറേറ്റ് ചെയ്ത് സഫിഷ്യൻ്റ് എനർജി കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് സൈക്ലോട്രോൺ. ഇത് നോബൽ പ്രൈസ് സ്റ്റാൻലി ലോറൻസും കൂടെ ചേർന്ന് ഡിസൈൻ ചെയ്തതാണ്. നോബൽ പ്രൈസ് കിട്ടിയതാണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ റിയാക്ഷനിൽ ന്യൂക്ലിയസിനെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റൈൽ കൊണ്ട് ഹിറ്റ് ചെയ്യുമ്പോഴാണ് ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കുക. ഇങ്ങനെ ന്യൂക്ലിയസിനെ ഹിറ്റ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന പാർട്ടിക്കിളിനെ പ്രൊജക്റ്റൈൽ എന്ന് വിളിക്കുക. ന്യൂക്ലിയസിനെ ടാർഗറ്റ് എന്നും വിളിക്കും. പ്രൊജക്റ്റൈൽ ഉണ്ടെങ്കിലേ പല റിയാക്ഷൻസും നടക്കത്തുള്ളൂ, ആർട്ടിഫിഷ്യൽ റിയാക്ഷൻസ്. ഇങ്ങനെ ന്യൂക്ലിയർ റിയാക്ഷൻ നടത്താൻ വേണ്ടി പ്രൊജക്റ്റൈൽസ്, ഹൈ സ്പീഡ് പ്രൊജക്റ്റൈൽസിനെ സൃഷ്ടിക്കാനാണ് സൈക്ലോട്രോൺ ഉപയോഗിക്കുന്നത്. സൈക്ലോട്രോണിൻ്റെ തത്വം, ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് കറങ്ങുമ്പോൾ അതിൻ്റെ എനർജി റേഡിയസുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ്. ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. എനർജി അല്ല, ഫ്രീക്വൻസി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്. ഈ പ്രോപ്പർട്ടിയാണ് ബേസിക്കായിട്ട് ഉപയോഗിക്കുക. ഇവിടെ സൈക്ലോട്രോൺ എസെൻഷ്യൽസ്, ഈ സെമി സർക്കുലർ ഷേപ്പിലുള്ള 2 മെറ്റൽ ബോക്സസാണ്. ഈ റൗണ്ടിലുള്ള ടിഫിൻ കരിയർ ഡയമീറ്ററിൽ കൂടെ കട്ട് ചെയ്തിട്ട് സ്വല്പം ഒന്ന് അകത്തി വെക്കുന്ന ഷേപ്പ്. ഇത് ഇംഗ്ലീഷ് ലെറ്റർ ഡിയുടെ ഷേപ്പ് ആയതുകൊണ്ട് ഇതിനെ ഡീസ് എന്നാണ് വിളിക്കുക. ഒരു സർക്കുലർ ബോക്സിൻ്റെ 2 ഹാഫുകളായത്. ഇത് അല്പം അകത്തി വെച്ചിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് മിഡിലായിട്ടാണ് ആക്സിലറേറ്റ് ചെയ്യേണ്ട പാർട്ടിക്കിളിൻ്റെ സോഴ്സ് വെച്ചിരിക്കുന്നത്. ഈ ബോക്സിന് നേരെ മുകളിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളോ സൗത്ത് പോളോ ഉണ്ടാവും. നേരെ താഴെ ഓപ്പോസിറ്റ് പോൾ, വളരെ പവർഫുള്ളായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പോൾസാണ് ഈ ബോക്സുകളുടെ മുകളിലും താഴെയുമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും വളരെ ശക്തിയുള്ള ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഈ ഫീൽഡിനുള്ളിലാണ് ഈ ബോക്സുകൾ, ഈ ഡീസ് വെച്ചിരിക്കുന്നത്. ഇനിയും ഇത് സോഴ്സ് ഇതിൻ്റെ മിഡിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഡിയുടെ റേഡിയസ് ക്യാപിറ്റൽ ആർ. ഇത് D1, ഇത് D2. ഇനി ഇതിൻ്റെ മുകളിൽ നോക്കുന്ന കാഴ്ചയാണ് ഈ വരച്ചിരിക്കുന്നത്. ഡിയുടെ അപ്പർ ഫേസ് കാണത്തക്കോണം നമ്മൾ മുകളിൽ നിന്നും ഡിയിലേക്ക് നോക്കുന്നതായിട്ടാണ് ഈ പിക്ചർ. ഈ 2 ഡീസിനും ഇടയ്ക്ക് ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ജനറേറ്റർ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൊളാരിറ്റി പ്ലസ് മൈനസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അറ്റ് എ ഫിക്സഡ് ഫ്രീക്വൻസി. ഇനി ഈ സോഴ്സിൽ നിന്നും ഇപ്പോൾ ഒരു ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ ആണെന്ന് ഇരിക്കട്ടെ. ഒരു പ്രോട്ടോൺ ഇവിടുന്ന് ഈ സോഴ്സിൽ നിന്നും പുറത്ത് ചാടുന്ന നിമിഷം ഈ ഡി നെഗറ്റീവ് ആണെന്നിരിക്കട്ടെ. ഇതിൻ്റെ പൊളാരിറ്റി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു പ്രോട്ടോൺ ഇങ്ങോട്ട് ചാടുന്ന മൊമെൻറ്റിൽ ഈ ഡി പ്ലസ് മൈനസും ഈ ഡി പ്ലസും ആണെന്നിരിക്കട്ടെ. അപ്പോൾ നെഗറ്റീവ് പ്ലേറ്റിലേക്ക് ഈ സൈഡ് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇത് ഇങ്ങോട്ടൊരു ചാട്ടം ചാടും. ചാടി മെറ്റൽ ബോക്സിനകത്ത് കയറും. ഹോളോ ബോക്സാണ്. മെറ്റൽ ബോക്സിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആകും. ഈ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക് വോൾട്ടേജ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടു, ഇലക്ട്രോസ്റ്റാറ്റിക്സ് കണ്ടു, മെറ്റൽ കേസിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് പെനിട്രേറ്റ് ചെയ്ത് കയറില്ല.
അപ്പോൾ ഈ ബോക്സ് ഡിയുടെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അതിനകത്ത് 0 ആയി. പിന്നെ അതിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. അത് അതിന് പെർപെൻഡിക്കുലറായിട്ടാണ് ചെല്ലുന്നത്. മുകളിൽ നോർത്ത് പോളും താഴെ സൗത്ത് പോളും അന്ന് മുകളിൽ നിന്ന് താഴെ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. പെർപെൻഡിക്കുലറാണ്. ഈ ചാർജ് ചാടിയ ചാർജിൻ്റെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ. അപ്പോൾ സംഭവം എന്താ, ഈ ചാർജ് ഒരു സർക്കിളിൽ കറങ്ങാൻ തുടങ്ങും. ഒരു സർക്കിളിൽ കറങ്ങി ഈ ഡിയിൽ നിന്ന് ഇത് പുറത്ത് ചാടാൻ തുടങ്ങുന്ന നിമിഷം ഈ പൊളാരിറ്റി അങ്ങ് മാറും. ഇത് മൈനസും ആകും, ഇത് പ്ലസും ആകും. അപ്പോൾ ഇങ്ങോട്ടൊരു അട്രാക്ഷൻ കിട്ടും. ഇങ്ങോട്ട് ചാടുക പ്രോട്ടോൺ. ഇതിനകത്ത് കയറി ഇവിടെ സംഭവിച്ചത് തന്നെ ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് പെട്ടെന്ന് 0 ആണ്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് ഇത് സർക്കിളിൽ കറങ്ങും. ഇപ്പോൾ കുറച്ച് എനർജി കൂടുതൽ കിട്ടിയിട്ടുണ്ട്, ഇങ്ങോട്ട് വലിച്ചെടുത്തതാണ് ഈ ഡി അതിനെ. അപ്പോൾ അതിന് എനർജി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ കൂടെ വലിയ റേഡിയസ് ഉള്ള സർക്കിളിൽ അത് കറങ്ങും. പക്ഷെ കറങ്ങാൻ നേരത്തെ ഈ ഫസ്റ്റ് ബോക്സിൽ കറങ്ങാൻ എടുത്ത സമയമേ സെക്കൻഡ് ബോക്സിലും എടുക്കത്തുള്ളൂ. കാരണം ഫ്രീക്വൻസി റേഡിയസുമായിട്ട് പാത്തിൻ്റെ റേഡിയസുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ഹാഫ് റൊട്ടേഷൻ ഇവിടെ നടത്താൻ എടുത്ത അതേ സമയം കൊണ്ട് ഈ ലാർജർ സർക്കിളിൽ ഇത് കറങ്ങി ഈ എഡ്ജിലെത്തും. ഇവിടെ എത്തുമ്പം പെട്ടെന്ന് പൊളാരിറ്റി മാറത്തൊക്കെ വേണം അതിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മൈനസ് ആകും, വീണ്ടും ഇത് പ്ലസ് ആകും. അപ്പോൾ ഇങ്ങോട്ടൊരു ചാട്ടം ചാടും. അപ്പോൾ കുറേ കൂടെ എനർജി അതിന് കിട്ടുക. അപ്പോൾ കുറേ കൂടെ വലിയ സർക്കിളിൽ ഇത് കറങ്ങി ഇവിടെ എത്തും, വീണ്ടും ചാടും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ചാട്ടത്തിലും ഈ 2 ഡിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V, ചാർജ് Q ആണെങ്കിൽ ഇതിന് കിട്ടുന്ന എനർജി എത്ര? VQ. നേരത്തെ കണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ ഓരോ ഈ ഗ്യാപ്പിൽ 2 ഡീസിനും ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കൂടി ഒരു ചാട്ടം ചാടുമ്പോൾ ഈ ചാർജിന് VQ എന്ന് പറയുന്ന എനർജി കിട്ടുക. ഓരോ ചാട്ടത്തിലും ഇത്ര എനർജി കിട്ടുക. അപ്പോൾ ഇത് വലിയ വലിയ സർക്കിളിൽ കറങ്ങാൻ തുടങ്ങും. പക്ഷേ കറക്കത്തിന് വേണ്ട സമയം തുല്യമാണ്. സൈക്ലോട്രോൺ ഫ്രീക്വൻസി ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് റേഡിയസ്. അപ്പോൾ കൃത്യമായ സമയത്ത് തന്നെ ഈ പൊളാരിറ്റി മാറേണ്ട സമയത്ത് തന്നെ ഇത് ഓരോ ഹാഫ് സർക്കിൾ കറങ്ങി എത്തിക്കോളും. ആ സമയത്ത് പൊളാരിറ്റി മാറുക, ചാടുക ചെയ്യും. ഓരോ ചാട്ടത്തിലും VQ എന്ന് പറയുന്ന പൾസ് ഓഫ് എനർജി ഇതിന് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ റേഡിയസ് കൂടിക്കൂടി ഒരു സ്പൈറൽ പാത്തിലായി അവസാനം ഏതാണ്ട് ഡിയുടെ റേഡിയസിന് തുല്യമായ റേഡിയസ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സിറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മെറ്റൽ പ്ലേറ്റ് വെച്ചിട്ട് ഒരു ഹൈ നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാർജ് ഇത് അട്രാക്ട് ചെയ്ത് ഈ എക്സിറ്റിൽ കൂടെ വലിച്ചിഞ്ഞെടുക്കും. ഏത് വസ്തുവിനെയാണ് ബൊമ്പാഡ് ചെയ്യേണ്ടത് അല്ലെ ഹിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഈ ടാർഗറ്റ് എടുത്ത് വെച്ച് കൊടുക്കും. അന്ന് പട്ടപട്ടാന്ന് വെടിയുണ്ടായിട്ടിരിക്കുന്നവർ ഇടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സൈക്ലോട്രോണിൻ്റെ ഓവറോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇതിൽ നമ്മൾ മുമ്പേ കണ്ടു ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കറങ്ങുന്ന ചാർജിന് കിട്ടുന്ന എനർജി B² Q² R²/2m. ഈ R എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന റേഡിയസാണ്. ആ സൈക്ലോട്രോണിന് കിട്ടാവുന്ന ഹയസ്റ്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിയുടെ റേഡിയസാണ്. അതിൽ കൂടിയ റേഡിയസ് കറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ സൈക്ലോട്രോണിൽ നിന്ന് കിട്ടുന്ന മാക്സിമം എനർജി മാക്സിമം ഈക്വൽസ് B² Q² R²/2m. ദിസ് R ഈസ് ദ റേഡിയസ് ഓഫ് എ ഡി. ഇതാണ് ഈ സൈക്ലോട്രോണിൽ നിന്ന് കിട്ടാവുന്ന ഹയസ്റ്റ് എനർജി. ഡി എത്ര വലുതാണോ അത്രയും കൂടുതൽ എനർജി ഇതിന് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ ബാക്കി എക്സാമിനേഷൻ എഴുതുന്ന നോട്ട്സൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ കിട്ടുകയും പുസ്തകത്തിലൊക്കെ ഉണ്ടല്ലോ. ഞാൻ നിങ്ങൾക്ക് ആശയം പറഞ്ഞു തരുന്നു മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇനി ഇതിനകത്ത് ഈ സൈക്ലോട്രോണിനൊരു ഡിഫക്റ്റ് ഉണ്ട്, 1-2 ഡിഫക്റ്റ് ഉണ്ട്. നമുക്കറിയാം ഇവിടെ M ഉണ്ട്. ഈ സൈക്ലോട്രോൺ ഫ്രീക്വൻസിക്കകത്ത് M ഉണ്ട്. സൈക്ലോട്രോൺ ഫ്രീക്വൻസിക്കകത്ത് M ഉണ്ട്. ഈ M കോൺസ്റ്റൻ്റ് എന്നാണ് നമ്മളെടുത്തത്, കാരണം മാസ് അവിടെ കോൺസ്റ്റൻ്റ് എടുത്തത്. പക്ഷേ എനർജി കൂടുതൽ കിട്ടുമ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂടുക കറക്കത്തിൻ്റെ.
സ്പീഡ് കൂടുമ്പോൾ ഐൻസ്റ്റൈൻ്റെ m=m0/√(1 - v²/c² എന്നുള്ള ഫോർമുല അനുസരിച്ച് മാസ് കൂടും. മാസ് കൂടുമ്പോൾ കറക്കത്തിൻ്റെ ഫ്രീക്വൻസി ഒന്ന് കുറയും, ഒന്ന് താളം തുള്ളും. ഭാരം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഫ്രീക്വൻസി കുറയും. അപ്പോൾ ഈ ഡിയുടെ പൊളാരിറ്റി മാറുന്ന കൃത്യസമയത്തിന് ഇത് എത്തിച്ചേരാൻ പറ്റാതെ വരും. അപ്ലൈഡ് ഫ്രീക്വൻസി കോൺസ്റ്റൻ്റാണ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. പക്ഷേ ഇതിന് ആ ഫ്രീക്വൻസിയിൽ എനർജി കൂടുതൽ കിട്ടുന്നവരിൻ്റെ മാസ് കൂടുകയും ഇതിൻ്റെ കറക്കത്തിൻ്റെ ഫ്രീക്വൻസി ഒന്ന് കുറയുകയും ചെയ്യും. അപ്പോൾ ബോക്സിൻ്റെ 2 ഡിയുടെയും പൊളാരിറ്റി മാറുന്ന ആ സമയത്ത്, ഇത് ഡി ഗ്യാപ്പിലെത്തുന്ന സമയത്ത് പൊളാരിറ്റി മാറുന്ന ആ അവസ്ഥയൊന്ന് മാറും, തമ്മിൽ സിങ്ക്രണൈസേഷൻ ഒന്ന് തെറ്റും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന എനർജി അതിന് കിട്ടും. അപ്പോൾ റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് ഇതിനെ ബാധിക്കും. അപ്പോൾ ഒരു ലിമിറ്റിൽ കൂടുതൽ എനർജി ഈ മെഷീൻ വെച്ച് പാർട്ടിക്കിളിന് കൊടുക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യം, ഇലക്ട്രോൺ പോലുള്ള പാർട്ടിക്കിളിനെ ഇത് വെച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനർജി എന്ന് പറഞ്ഞാൽ 12mv². ഒരു എനർജി തന്നെ ഉള്ള ഇലക്ട്രോണും പ്രോട്ടോണും എടുത്താൽ ഇലക്ട്രോണിനേക്കാൾ മാസ് കൂടുതലാണ് പ്രോട്ടോണിന്, അപ്പോൾ എം കൂടുതലാണ്, അപ്പോൾ വി കുറയും. അതിൻ്റെ ഇലക്ട്രോണിന് മാസ് കുറവാണ്, അതുകൊണ്ട് വി കൂടും. അപ്പോൾ ഇലക്ട്രോണിനെ ഇത് വെച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ പോയാൽ റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് ഇലക്ട്രോണിലാണ് കൂടുതൽ എഫക്റ്റീവ് ആകുക. ഇലക്ട്രോണിൻ്റെ മാസ് പെട്ടെന്ന് കൂടും പ്രോട്ടോണിൻ്റെ കൂടുന്നതിനൊക്കെ. അപ്പോൾ ലൈറ്റ് പാർട്ടിക്കിൾസ്, ഇലക്ട്രോണിനെ പോലുള്ള തീരെ ലൈറ്റായിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഇത് വെച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹെവി പാർട്ടിക്കിൾസ്, ആൽഫ പാർട്ടിക്കിൾ, ഡ്യൂട്രോൺ, ഇങ്ങനെയുള്ള താരതമ്യേന മാസ് കൂടിയ പാർട്ടിക്കിൾസാണ് ഇത് വെച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. കാരണം റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് താരതമ്യേന അവിടെ കുറവായിരിക്കും. കാരണം വെലോസിറ്റി ഒരേ എനർജിക്ക് എം കൂടുതലായതുകൊണ്ട് വി അവിടെ കുറഞ്ഞു വരും. വി കുറയുമ്പോൾ മാസിലുള്ള വേരിയേഷനും കുറയും, റിലേറ്റിവിസ്റ്റിക് വേരിയേഷനും കുറയും. അപ്പം മെയിനായിട്ട് 2 ഡിഫക്റ്റാണ് പറയാവുന്നത്. ഒന്ന്, റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് മൂലം മാസ് വേരിയേഷൻ നടക്കുകയും അപ്ലൈഡ് ഫ്രീക്വൻസിയും കറക്കത്തിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ ഉള്ള ഈക്വാളിറ്റി നഷ്ടപ്പെടും. രണ്ടാമത്തെ പ്രശ്നം, തീരെ ലൈറ്റായിട്ടുള്ള പാർട്ടിക്കിൾസിനെ, ചാർജ് പാർട്ടിക്കിളിനെ ഇത് വെച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വേണമെങ്കിൽ മൂന്നാമതൊരു ഡിഫക്റ്റ് പറയാം, ചാർജ് ഇല്ലാത്ത ന്യൂട്രൽ പാർട്ടിക്കിൾസിനെ ഇത് വെച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചാർജ് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ഒക്കെ ആക്ട് ചെയ്യത്തുള്ളല്ലോ, ഫോഴ്സ് അപ്ലൈ ചെയ്യത്തുള്ളല്ലോ. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഡിഫക്റ്റ്. പിന്നെ സാധാരണഗതിയിൽ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുക, വൈ ആക്സിലറേഷൻ ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ദി സൈക്ലോട്രോൺ ഈസ് പോസിബിൾ എന്ന് ചോദിക്കുക. എന്തുകൊണ്ടാണ് ആക്സിലറേഷൻ സൈക്ലോട്രോൺ ഉപയോഗിച്ച് പാർട്ടിക്കിൾസിന്, ചാർജ് പാർട്ടിക്കിൾസിന് എനർജി കൊടുക്കാൻ സാധിക്കുന്നത്, ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവ്, ബിക്കോസ് frequency of revolution of a charged particle in a magnetic field is independent of radius of the circular path. ആ ഒറ്റ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ഈ പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ സൈക്ലോട്രോൺ കൊണ്ട് സാധിക്കുന്നത്. താങ്ക് യു.